ഹായ് കൂട്ടുകാരെ, നമുക്ക് തെന്നാലി രാമൻ്റെ കഥ കേട്ടാലോ? ഭദ്രകാളി ദേവിയിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി തെന്നാലി രാമൻ ആ വിജനമായ കാട്ടിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് തൻ്റെ നാടായ തെന്നാലിയിലേക്ക് എത്തി. കാലം ഒന്നിനും വേണ്ടി കാത്തുനിന്നില്ല. അതിൻ്റെ തേരോട്ടം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ബാലനായ രാമൻ വളർന്ന് സുന്ദരനായ ഒരു യുവാവായി. കൊച്ചു രാമ എന്നും രാമ എന്നും അവനെ വിളിച്ചിരുന്ന നാട്ടുകാർ ഇപ്പോൾ അവനെ ആദരവോടെ തെന്നാലി രാമ എന്ന് സംബോധന ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ രാമൻ തൻ്റെ അമ്മാവൻ്റെ മകൾ മങ്കാമയുമായി പ്രണയത്തിലായി. ഇരുഭാഗത്തു നിന്നും എതിർപ്പുകളൊന്നുമില്ലാതിരുന്നതിനാൽ അവരുടെ വിവാഹം സമംഗളം നടത്തപ്പെട്ടു. അധികം വൈകാതെ നമ്മുടെ തെന്നാലി രാമൻ ഒരു അച്ഛനായി തീരുകയും ചെയ്തു. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുവാൻ തുടങ്ങുന്നത്. രാമൻ്റെ നിസ്സാര വരുമാനം കൊണ്ട് കുടുംബം പോറ്റുവാൻ കഴിയാതെയായി. രാമൻ പുതിയ ജോലികൾക്കായി പരിശ്രമിച്ചു നോക്കിയെങ്കിലും ഒന്നും തരപ്പെട്ടില്ല. കാളീദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ വിശ്വസിച്ചിരുന്നത് എന്നെങ്കിലും തനിക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്നാണ്. വിജയനഗരത്തിൽ ചെന്ന് മഹാരാജാവായ കൃഷ്ണദേവരായരെ മുഖം കാണിച്ച് സങ്കടമുണർത്തിച്ചാൽ തനിക്ക് നല്ലൊരു ജോലി അദ്ദേഹം നൽകാതിരിക്കില്ല. അദ്ദേഹം ആശ്രിത വത്സലനും കലാസ്വാദകനും നർമ്മബോധമുള്ള മഹാനുമാണ്. പക്ഷേ ഒരു മുൻപരിചയമില്ലാതെ കൊട്ടാരത്തിൽ ചെന്നാൽ മഹാരാജാവിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധാരണക്കാരനായ തനിക്ക് സാധിക്കുമോ? മഹാരാജാവിൻ്റെ അടുത്ത് ആരെങ്കിലും തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാനുണ്ടായിരുന്നുവെങ്കിൽ കാര്യം കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. തെന്നാലി രാമൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് തെന്നാലിക്കടുത്തുള്ള മംഗലഗിരിയിൽ കൃഷ്ണദേവരായരുടെ രാജഗുരുവും ഉപദേശകനുമായ താതാചാരി സുഖവാസത്തിനായി എത്തിയിട്ടുണ്ടെന്ന വാർത്ത അറിഞ്ഞത്. അദ്ദേഹം ശുപാർശ ചെയ്യുകയാണെങ്കിൽ മഹാരാജാവ് അനുസരിക്കാതിരിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും താതാചാരിയുമായി കൂടിയാലോചിച്ചതിന് ശേഷമേ മഹാരാജാവ് അംഗീകരിക്കുകയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. മംഗലഗിരിയിൽ ചെന്ന് താതാചാരിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുവാനായി തെന്നാലി രാമൻ മംഗലഗിരിയിലേക്ക് യാത്ര തിരിച്ചു. തെന്നാലി രാമൻ കരുതിയതുപോലെ രാജഗുരുവായ താതാചാരി അത്രയ്ക്കൊന്നും സദ്ഗുണ സമ്പന്നനോ പരോപകാരിയോ ആയിരുന്നില്ല. മറിച്ച് സ്പർദ്ധയും അസൂയയുമുള്ള സാധാരണക്കാരനായ ഒരു ശരാശരി മനുഷ്യൻ മാത്രമായിരുന്നു അയാൾ. കുറച്ചു കാലം രാജപുരോഹിതനെ സേവിച്ചുകൊണ്ട് മംഗലഗിരിയിൽ തെന്നാലി രാമൻ കഴിച്ചുകൂട്ടിയെങ്കിലും അയാൾ തെന്നാലി രാമന് യാതൊരു സഹായവും ചെയ്തു കൊടുത്തില്ല. അതിനിടയിൽ നമ്മുടെ തെന്നാലി രാമൻ ലിംഗപുരാണം എന്ന കാവ്യം എഴുതി പൂർത്തിയാക്കി. ഇതറിഞ്ഞതോടുകൂടി താതാചാരിയുടെ അസൂയ വർദ്ധിക്കുകയാണുണ്ടായത്. തെന്നാലി രാമൻ മഹാരാജാവുമായി കണ്ടുമുട്ടി സംസാരിക്കാനിടയായാൽ തൻ്റെ പദവി പോലും നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് താതാചാരി ഭയപ്പെട്ടു. തെന്നാലി രാമൻ ബുദ്ധിശാലിയും കഴിവുള്ളവനും കവിഹൃദയമുള്ളവനുമാണ്. ഒരു കാരണവശാലും കലാസ്വാദകനായ കൃഷ്ണദേവരായരും കലാകാരനായ തെന്നാലി രാമനും തമ്മിൽ കണ്ടുകൂടാ. അസൂയക്കാരനായ രാജപുരോഹിതന്റെ മനസ്സിലിരിപ്പ് ഇപ്രകാരമായിരുന്നു. അയാൾ തെന്നാലി രാമനോട് പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ കൃഷ്ണദേവരായരോട് നേരിട്ട് തെന്നാലി രാമനെ വിദൂഷകനാക്കണമെന്ന് പറയാം. എന്നിട്ട് സമയമാവുമ്പോൾ ആളെ വിട്ട് വിളിപ്പിച്ചു കൊള്ളാം. ഇങ്ങനെ പറഞ്ഞ് താതാചാരി വിജയനഗരത്തിലേക്ക് തിരിച്ചുപോയി. ഏറെ പ്രതീക്ഷയോടെ തെന്നാലി രാമൻ കാത്തിരുന്നുവെങ്കിലും താതാചാരി ആളെ വിടുകയോ തെന്നാലി രാമനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല. അതിനിടയിൽ താൻ കൊട്ടാരം വിദൂഷകനാകാൻ പോവുകയാണെന്ന് തെന്നാലി രാമൻ പലരോടും പറഞ്ഞിരുന്നു. വളരെ കാലമായിട്ടും അത് നടക്കാതായപ്പോൾ ദാ കൊട്ടാരം വിദൂഷകൻ വരുന്നേ എന്ന് പറഞ്ഞ് തെന്നാലി രാമനെ കാണുമ്പോൾ നാട്ടുകാർ പരിഹസിക്കുവാനും തുടങ്ങി. നാട്ടുകാർ കളിയാക്കുന്നത് തെന്നാലി രാമന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഇനിയും ഇവിടെ നിന്നാൽ താൻ എന്തെങ്കിലും കടുങ്കൈ പ്രവർത്തിക്കേണ്ടി വന്നേക്കുമെന്ന് ഭയന്ന തെന്നാലി രാമൻ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് നാട് വിടുവാൻ തീരുമാനിച്ചു. അങ്ങനെ തെന്നാലി രാമൻ തൻ്റെ പാർപ്പിടവും വസ്തുവകകളും എല്ലാം വിറ്റ് കുടുംബവുമൊത്ത് യാത്രയ്ക്കൊരുങ്ങി. രാമൻ അവിടം വിട്ടു പോകുന്നത് നാട്ടുകാർക്ക് സങ്കടമായിരുന്നു. അവർ ഓരോന്ന് പറഞ്ഞ് രാമനെ സാന്ത്വനിപ്പിക്കുവാൻ ശ്രമിച്ചു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് തെന്നാലി രാമൻ പറഞ്ഞു: ഇല്ലെന്നേ, ആരും സങ്കടപ്പെടേണ്ട. ഈ നാടും നാട്ടുകാരെയും ഞാൻ ഒരിക്കലും മറക്കുകയില്ല. രാജപുരോഹിതൻ ആളെ വിട്ട് വിളിപ്പിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? രാജകൽപ്പന ധിക്കരിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. എല്ലാ മാസവും വന്ന് നിങ്ങളെ ഞാൻ കണ്ടോളാം. ഒരു കൊട്ടാരം വിദൂഷകന് പ്രത്യേകമായി കുതിരവണ്ടിയും അകമ്പടിക്കാരുമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്.
നേരം ഒത്തിരിയായി. താമസിച്ചാൽ രാജകോപം ഉണ്ടായേക്കാൻ സാധ്യതയുമുണ്ട്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ കല്ല് വച്ച നുണകൾ തട്ടിവിട്ട് നാട്ടുകാരെയെല്ലാം പമ്പര വെടികളാക്കി തെന്നാലി രാമനും കുടുംബവും വിജയനഗരത്തിലേക്ക് യാത്ര തിരിച്ചു. സുദീർഘമായ ഒരു യാത്രയായിരുന്നു അവരുടേത്. ഉദ്ദേശം 4 മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ വിജയനഗരത്തിൽ എത്തിച്ചേർന്നത്. കൂട്ടുകാരെ, നമ്മുടെ തെന്നാലി രാമൻ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ ജോലി കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നാടും വീടുമെല്ലാം വിട്ട് കൃഷ്ണദേവരായരുടെ നാട്ടിലേക്ക് പോവുകയാണ്. കൃഷ്ണദേവരായരുടെ രാജഗുരു തെന്നാലി രാമനെ സഹായിക്കുമോ? എങ്ങനെ തെന്നാലി രാമൻ കൃഷ്ണദേവരായരെ കണ്ടുമുട്ടും? കൂടുതലറിയാൻ കാത്തിരിക്കണേ. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കിയുമായിട്ട് വീണ്ടും വരാം. ഇതിനിടയിൽ നമ്മുടെ വിക്രമാദിത്യവും വേതാളവും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതും കേൾക്കാൻ മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ബൈ.